അല്ല, ഡിഫറെൻറ്റ് ജോണേഴ്സ് ട്രൈ ചെയ്യണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഒരു ഇൻഡസ്ട്രിയിൽ ഡിഫറെൻറ്റ് ജോണേഴ്സ് വരണം. ഇപ്പോൾ ലോകം വന്നു ഇതിപ്പോൾ പറ്റുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇനി കുറേ ആൾക്കാർ കയറി എന്നാൽ നമുക്കൊരു സൂപ്പർ ഹീറോ എടുത്ത് ചെയ്തേക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങരുത്. അത് അവർ ചെയ്തു, അവരതിൻ്റെ അടുത്ത് ചെയ്തു. ഇപ്പം നമുക്കിപ്പോൾ നമ്മുടെ ഒരു ഡ്രാമയാണ് അല്ലെങ്കിൽ ഒരു കോമഡിയാണുള്ളത്, എന്താണെങ്കിലും അത് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവരെ തിയേറ്ററിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്? തിയേറ്ററിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾ എൻ്റർടൈൻഡ് ആവണം, അത്രേ ഉള്ളൂ. അതിന് സ്ക്രിപ്റ്റിങ്ങിൽ സമയമെടുത്ത് അതിൻ്റെതിനായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ടൈപ്പ് ജോണേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം ഇത് പ്രശ്നം വെച്ചാൽ ബാക്ക് ടു ബാക്ക് ത്രില്ലേഴ്സ് വരുന്നു. ഇതൊരു 2-3 വർഷം മുമ്പുള്ള സബ്ജക്ട്സ് ആണ്. ഇപ്പം ഞാൻ ഈ അന്നോട്ട് വർക്ക് ചെയ്തൊക്കെ തുടങ്ങി വന്നതാണിത്. ഇപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സബ്ജക്ട്സുകളുണ്ട്, അതിനകത്ത് കുട്ടികളുടെ സിനിമയുണ്ട്, അങ്ങനത്തെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണറുകൾ. അപ്പം ഞാൻ കൂടുതൽ പറയുന്നില്ല ഏതൊക്കെ ജോണേഴ്സാണ്. അപ്പം അത് ചിലപ്പോൾ സംഭവിക്കുന്നത് ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞാൽ. അപ്പം അതാണ് എനിക്ക് ഡെഫിനറ്റ്ലി മാറി ചെയ്യണമെന്നുണ്ട്.